എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മളിങ്ങനെ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എനിക്ക് നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു ത്വരയുള്ളൂ കേട്ടോ. അവിടെ റൂമിലുള്ള സമയത്ത് എനിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ പോലും വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ ഫാൻ ഓഫ് ആക്കണം, അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് ചൂടെടുത്തിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ ഇഷ്യൂസ് ആട്ടോ. അപ്പം ഇന്ന് എൻ്റെ സൗണ്ട് ചെറുതായിട്ട് അടഞ്ഞിട്ടുണ്ട്. എനിക്ക് ചെറുതായിട്ടുള്ള നല്ല രീതിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് നല്ല അടിപൊളി ഒരു പനി പിടിച്ചു, പനിയും ജലദോഷമൊക്കെ. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടും ഞാൻ വലിച്ചേറ്റുന്നൊക്കെ കേൾക്കാം. പറഞ്ഞപ്പോഴേക്കും നല്ല കഫക്കെട്ടൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് സുഡിയോന്ന് പർച്ചേസ് ചെയ്ത് കുറേ ഐറ്റംസ് പറഞ്ഞാൽ കുറേ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം കുറേ ടീഷർട്ടാണ് ഞാൻ അപ്പോൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അധികം ടീഷർട്ടാട്ടോ. അപ്പോൾ ഞാൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടില്ലായിരുന്നു, H&M ഒരു പാൻസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ സെയിം സാധനം തന്നെ ഞാൻ വീണ്ടും പർച്ചേസ് ചെയ്തായിരുന്നു. അപ്പോൾ 2 പാൻസ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ പാൻസും ടീഷർട്ടും അതാണിപ്പോൾ ഈ ചൂടുകാലത്ത് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു. ഒരു പാൻറ്റും ഒരു ടീഷർട്ടും വലിച്ചിട്ട് അത്ര ഇപ്പോൾ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ എളുപ്പം ടീഷർട്ടും പാൻറ്റൊക്കെ വലിച്ച് കുത്തി കയറ്റിയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഈ ചുരിദാർ, അതിൻ്റെ മേലെ ഷാള്, കുർത്തിയിട്ടും അതൊന്നും എനിക്കിപ്പോൾ തീരെ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ഈ ചൂടത്ത്. അപ്പം കൂടുതലും യൂസ് ചെയ്യുന്ന ടീഷർട്ട് ആയതുകൊണ്ട് കുറേ ടീഷർട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം സുഡിയോത്തെ എല്ലാ കളർ ടീഷർട്ട്സിൻ്റെയും ഓരോ പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ മാക്സ് ജെൻസിൻ്റെ സൈഡിൽ നിന്നുള്ള ടീഷർട്ട്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ അധികം. അപ്പോൾ അതൊന്നും ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. ഞാൻ അല്ലാണ്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് കുർത്തിയാണ് കേട്ടോ. കാണാനുണ്ടോ? ഇതിൻ്റെ ഒരു ആലിയ കട്ട് ടൈപ്പ് കുർത്തി കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ കണ്ടപ്പോൾ തന്നെ ഞാൻ ഡ്രസ്സ് എടുക്കണമെന്ന് വിചാരിച്ച് എനിക്ക് ഡ്രസ്സ് എടുക്കണമെന്ന് വെച്ചിട്ട് പോയതല്ല കേട്ടോ. പക്ഷേ ഇത് കണ്ടപ്പോൾ പിന്നെ ഇനി പോകുമ്പോൾ കണ്ടില്ലെങ്കിലും വിചാരിച്ചിട്ട് അപ്പം തന്നെ എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 799 ആണ്. XL ആണ് ഞാൻ എടുത്തത്. ആദ്യം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ലാർജ് ആയിരുന്നു. അത് കറക്റ്റ് ഫിറ്റ്, എനിക്കൊന്നും ചെയ്യാനില്ല. ഒരു എന്താ പറയുക, വെച്ചടിച്ച കണക്കായിരുന്നു, അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ഫോട്ടോ ഞാൻ ജസ്റ്റ് ഡ്രസ്സിൻ്റെ റൂമിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കട്ടോ, മേലെ കാണിക്കേ. അപ്പോൾ അത് നിങ്ങളിപ്പോൾ ഈ കാണാണ് കേട്ടോ. അപ്പം അതെന്ന് പറയുമ്പോൾ കറക്റ്റ് ഫിറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കൈയിൻ്റെ ഇവിടെ കൊണ്ട് ഒരു ടൈറ്റ്, ചെറിയ ടൈറ്റ് എന്നല്ല, കറക്റ്റാണ്. പക്ഷേ ഇനി എങ്ങാനും എൻ്റെ ഒരു ശരീരപ്രകൃതി വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് അടിക്കും, പെട്ടെന്നൊന്നും ഉടയും, അങ്ങനത്തെ ഒരു ടൈപ്പ്. അപ്പം ഞാൻ എപ്പോഴും കുറച്ച് ലൂസുള്ള ടൈപ്പാണ് എടുക്കാറ്. എന്നിട്ട് ഞാൻ എൻ്റെ പാകത്തിന് സ്റ്റിച്ച് ചെയ്യാറ്. അപ്പം ഞാൻ അതെന്തായാലും അവിടെ വെച്ച് എനിക്ക് XL എടുക്കാമെന്നുള്ളൊരു തോന്നൽ തോന്നി. ഇപ്പം ഞാൻ XL ആണ് ഇട്ട് കൊടുത്തത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പാകത്തിന് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം എടുക്കാൻ വേണ്ടി പോയത്, പക്ഷേ ഞാൻ അത് കൂടെ കണ്ടപ്പോൾ എൻ്റെ എടുത്തുന്നേ ഉള്ളൂ. ഇതും ഇത് XL ആട്ടോ എടുത്തത്. അവളെ പാകത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എടുത്തതാണ്. നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് റോസ് ആട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് ചെരുപ്പായിരുന്നു. അപ്പം ഞാൻ ഒരു 3 ജോഡി ചെരുപ്പ് എടുത്തായിരുന്നു കേട്ടോ. അതിലൊരു ജോഡി എനിക്ക്, 2 ജോഡി ആദ്യമൊക്കെയാണ്. അപ്പം അതിൽ എൻ്റെ ചെരുപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ചെരുപ്പ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, എൻ്റെ ചെരുപ്പ് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇട്ടായിരുന്നു. ഇതാണ് കേട്ടോ. ഇതിന് 299 ആയിരുന്നു റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തിട്ടുള്ള എല്ലാ ചെരുപ്പിനും 299 ആട്ടോ. നല്ലൊരു ചെരുപ്പാണേ, സൗണ്ട് കേൾക്കണ്ട. പിന്നുള്ളത് ഈ ഒരു സാധനം, ഇത് ആതിരയ്ക്ക് വാങ്ങിയിട്ടുള്ള കേട്ടോ. ഇതിനും 299 ആണ് റേറ്റ്. ഞാൻ വാങ്ങിയിട്ടുള്ള എനിക്ക് 37 ആണ് കേട്ടോ. അവൾക്ക് 39 ആണ്. അപ്പോൾ അതങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ നമ്മുടെ പൈപ്പിൻ്റെ ചെരുപ്പ്, ഈ ഒരു പൈപ്പിൻ്റെ ചെരുപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ പൊട്ടിച്ചിട്ട്, കാരണം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അവൾക്ക് പാകമാവോ ഇല്ലേന്ന്. കാരണം അവളെ ഇല്ലാണ്ടാണല്ലോ നമ്മൾ പോയി എടുത്തത്. അപ്പോൾ അവൾക്ക് പാകമാവോ ഇല്ലേന്ന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ ഒരു പൈപ്പിൻ്റെ കേട്ടോ. കാരണം നല്ല അവൾ 9 ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 39 എടുത്ത് പോകുന്നു. പക്ഷേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എടുത്ത് 2 എടുക്കുകയും ചെയ്തു, ഇനി അത് പാകമാവില്ലേന്ന്. അപ്പോൾ വന്ന വശം തന്നെ ഞാനത് അവളെ കൊണ്ട് ഇടിയിപ്പിച്ചു. അപ്പം അവൾക്ക് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടും വേസ്റ്റ് ആയില്ല. ഇല്ലെങ്കിൽ എനിക്കും പാകാവില്ല, അമ്മയാണെങ്കിൽ അങ്ങനത്തെ ഇടില്ല. അപ്പം പിന്നെ ആകതാകില്ലേ, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ അത് കറക്റ്റ് സൈസായി. പിന്നെ ഞാൻ പറഞ്ഞില്ല, മാക്സിമം കുറച്ച് ടീഷർട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ടീഷർട്ട്സിൻ്റെ കൂടെ തന്നെ ടീഷർട്ട്സ് എടുക്കാൻ പോയപ്പോൾ
എനിക്കൊരു ബാഗ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാൻ ആ ബാഗ് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ആ ഒരു ബാഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ കാലമായി H&M പോയപ്പോഴും കണ്ടു വൈറ്റ് ബാഗ്. പക്ഷെ അതിന് നല്ല റേറ്റ് കിട്ടും. 1000 ഇപ്പോൾ എത്ര 500, അതുപോലെ തന്നെ 2000 സംതിങ് അങ്ങനത്തെ റേഞ്ചിലുള്ള നല്ല ഇച്ചിരി പോകുന്നൊരു ബാഗിന് തന്നെ 2000 റേഞ്ച് കിട്ടും. അപ്പം ഞാൻ അതെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത്. അപ്പോഴേക്കും അച്ഛൻ കയറി വന്നിട്ട് അതാണ് ഞാൻ വേഗം പോസ്റ്റ് വെച്ചത്. അപ്പോൾ ആ ഒരു കുഞ്ഞൊരു പെട്ടി ബാഗിന് വൈറ്റ് കളർ, എനിക്ക് വൈറ്റ് കളർ ബാഗിനോട് ഇപ്പോൾ ഭയങ്കര സ്ലിം ബാഗിനോട് ഭയങ്കര ക്രേസ് ആയിരിക്കും കേട്ടോ. എന്താണോ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അപ്പം എനിക്ക് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാനത് നോക്കിയപ്പോൾ നല്ല റേറ്റ് 3000, 2000 കുറവ് ഒന്നുമില്ല. 1500 എത്ര പോകുന്നത് ഇത്ര ചെറിയൊരു കുട്ടി ബാഗിന്. അതിൽ നമ്മുടെ ഫോണിലാണ്ട് വേറെ ഒന്നും വെക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഞാൻ മാക്സിലൊരു വട്ടം കണ്ടിട്ടുണ്ടായിരുന്നു. അതിനൊരു 1000 അടുത്തുണ്ടായിരുന്നു. അത് അത്യാവശ്യം ഇത്രക്കൊരു വലിപ്പമുള്ള ഒരു ബാഗ് കേട്ടോ. പക്ഷേ ഞാൻ ആ സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നല്ല റേറ്റ് ഉണ്ടായിരുന്നു അതിനും. അപ്പം ഞാൻ ഈ ടീഷർട്ട് വാങ്ങാൻ പോയപ്പോൾ ഈ ഒരു ബാഗ് കണ്ടിട്ടോ. കാണാനുണ്ട്, വിളിച്ചും കാരണം കാണാൻ എനിക്കറിയില്ല. അയ്യോ നോക്കട്ടെ കേട്ടോ. മനസ്സിലാവുമ്പോഴൊന്നും അറിയണില്ല. അപ്പം ഈ ഒരു ബാഗിന് 2 സിബുണ്ട് കേട്ടോ. വെളിച്ചം കാരണം അറിയുന്നില്ല കേട്ടോ എനിക്ക്. അതുപോലെ തന്നെ ഇവിടെ ഒരു സിബുണ്ട്. അയ്യോ ഇങ്ങനെ പിടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഡിസൈൻ കാണുന്നുണ്ട് തോന്നുന്നു കേട്ടോ. പിന്നെ 2 സിബുണ്ട്. അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കൊള്ളും. ഇപ്പോൾ ഇതിൽ ഞാൻ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇപ്പോൾ ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്യാൻ കിട്ടും. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഈ ബാഗിൻ്റെ ചെറിയ ബെൽറ്റാണ് കേട്ടോ അതിന്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ക്രോസ് ബാഗായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ ക്രോസ് ബാഗായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ലൊരു ബാഗാട്ടോ. ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ. ഇതിന് 599 599 600 രൂപ. അപ്പോൾ ഈ ഒരു സാധനം ഒന്ന് എടുത്ത്. പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു സ്പ്രേ ആണ് കേട്ടോ. ഇതിന് 149 ഇതിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗ് സോർബറ്റും കാഷ്വൽ മൊബൈൽ സ്പ്രേ ആയിരുന്നു. അപ്പം ബോഡി സ്പ്രേ ആണ്. അപ്പോൾ ആ ഒരു സംഭവം പെർഫ്യൂം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന് 149 ഇതിന് മണം നല്ല അടിപൊളി മണം കേട്ടോ. നല്ല മണം, നല്ല രസമുള്ള മണം കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് വെസ്റ്റ് സൈഡിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ 2 സ്പ്രേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരെണ്ണം ഉണ്ടല്ലോ യൂസ് ചെയ്തപ്പോൾ എനിക്ക് മേല് ചുട്ട് കീറുക. എനിക്ക് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാനത് ഇവിടെ വന്നിട്ട് അമ്മയ്ക്ക് കൊടുത്തിട്ടു. എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അപ്പം അമ്മ പിന്നെ ഡ്രസ്സിൽ ഇങ്ങനെ അടിച്ച് പൊക്കോളും. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത ശേഷം വെച്ച് അടിച്ച് പതപ്പിക്കുന്ന സംഭവമാണ്. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് ഭയങ്കര ചുട്ടുനീറ്റ. എൻ്റെ അമ്മയെ കക്ഷത്തൊക്കെ തേക്കുമ്പോൾ ഭയങ്കര നമുക്ക് തേച്ച് മാച്ച് കളയാൻ തോന്നും. അത്രയും ചുട്ടുനീറ്റ് എടുക്കും എനിക്ക്. അപ്പോൾ തീരെ എനിക്ക് പറ്റണില്ലായിരുന്നു. അപ്പം ഞാനത് ഒഴിവാക്കിയായിരുന്നു. അപ്പോൾ ഈ ഒരു സ്പ്രേ എടുത്തു. അപ്പോൾ ഞാൻ ശരിക്കും സ്റ്റുഡിയോത്തെ ഡ്രസ്സും സാധനങ്ങൾ കാണിക്കാൻ വന്നതാണ്. പക്ഷേ ഈ ഒരു ബാഗ് കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ മാക്സ് ആണല്ലോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ സ്പ്രേയും മാക്സിനാണ്. അപ്പോൾ പിന്നെ അതുകൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു.